ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഇൻ ദ കിച്ചൺ വിത്ത് ബിന്ദു. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു പാവം നാടൻ ചിക്കൻ കറി ആയിട്ടാണ് കേട്ടോ എൻ്റെ വരവ്. അപ്പോൾ നമ്മുടെ ചിക്കൻ വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 മീഡിയം സവാള അല്ലെങ്കിൽ ഒരു വലിയ സവാള ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 6 അല്ലി വെളുത്തുള്ളിയും ഒരു ഇഞ്ച് പീസ് ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചിട്ടുള്ളതാണ് ഇത്. ഇനി ഇതിന് മസാലക്കൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് ഇതൊന്ന് ചൂടാക്കി നമുക്ക് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു വലിയ ടേബിൾ സ്പൂൺ പെരുംജീരകം. എൻ്റെ പെരുംജീരകത്തിനകത്ത് ഒരു ചെറിയ കഷ്ണം തക്കോലം ഉണ്ടായിരുന്നു, അതെടുത്ത് മാറ്റി. ഒരു വലിയ ടേബിൾ സ്പൂൺ പെരുംജീരകം വേണം. പിന്നെ ചിക്കൻ ആയതുകൊണ്ട് ഞാൻ ഏലക്കയാണ് ചേർക്കുന്നത്. 10 ഏലക്കയുണ്ട്, 2 കരയാമ്പൂ, ഒരു കുഞ്ഞ് കഷ്ണം പട്ടയുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം ജാതിപത്രി. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട്. പിന്നെ കുരുമുളക് വേണം നമുക്ക്. അത് നമുക്ക് പൊടി നമ്മൾ ഏതായാലും ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ഹോളായിട്ടുള്ള കുരുമുളകും നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഇത് ചിക്കനും കഴുകി വൃത്തിയാക്കി റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് 3/4 കിലോ ചിക്കനാണ്. നമുക്കിനി ഇതൊന്ന് എങ്ങനെ കറി വെച്ചെടുക്കാം എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നല്ല വാസനയൊക്കെ വരുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് കൂടി കഴിയുമ്പോഴത്തേക്കും നല്ല കറക്റ്റായിട്ട് വരും. കരിഞ്ഞു പോകരുത്. ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇത് ചൂടായി കഴിയുമ്പം ഞാനിത് പൊടിച്ചെടുക്കും. അപ്പം നമ്മുടെ ഉരുളി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ നാടൻ കറികൾക്കെല്ലാം ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് അതിങ്ങനെ ഉറഞ്ഞിരിക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് ഉരുകി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഞാൻ കാണിച്ചില്ലേ, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് വാടി വന്നു കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വഴന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. സവാളയ്ക്കകത്ത് ഞാനൊരു ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, ഒന്ന് പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇനി അത് പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നന്നായിട്ട് എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് നമുക്ക് തക്കാളി ചേർക്കാം. 3 തക്കാളിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഒരുപാട് പുളിയൊന്നുമുള്ള തക്കാളി അല്ല ഇവിടുത്തേത്, പക്ഷേ ഒരുവിധം നല്ല കല്ലിച്ചിങ്ങനെ ഇരിക്കുന്ന തരം തക്കാളിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചൊന്ന് വെന്ത് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് ഞാൻ അടച്ചു വെച്ച് മിക്കവാറും വേവിച്ചെടുക്കാറാണ് പതിവ്, കുറച്ച് കല്ലിപ്പ് കൂടുതലുള്ളത് കൊണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് പൊടികളൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിന് മുളക് പൊടിയായിട്ട് 2 തരം മുളക് പൊടി യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടിയാണ് ഇതിൽ ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചില്ലേ മസാലകളെല്ലാം കൂടി, ആ ഗരം മസാലയും കൂടി ഒരു വലിയ ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ് ഇപ്പം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് ഈ മസാല നന്നായിട്ടൊന്ന് കുറുകി വരാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഒരു ട്രിക്കാണ്. ഇതിങ്ങനെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് നല്ല പേസ്റ്റാക്കി ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഒട്ടും കരിഞ്ഞു പോകത്തുമില്ല, നല്ല കറക്റ്റായിട്ട് വരികയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒരുവിധം നന്നായിട്ട് വെന്ത് ഒരുവിധം പേസ്റ്റ് പോലെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പം ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മസാല നന്നായിട്ട് പിടിക്കണം. അതിനുവേണ്ടി ചിക്കൻ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തതിന് ശേഷമാണ് ഞാൻ നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഞാൻ കെറ്റിലിൽ ചൂടാക്കി തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളമാണ്. ഇവിടെ എല്ലാവർക്കും ചപ്പാത്തിയും ചോറൊക്കെ കഴിക്കാൻ ചാറ് വേണം. അപ്പോൾ ഏകദേശം ഒരു കപ്പോളം ഞാനിതിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം. എന്നിട്ടത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചു. ഒരു 45 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ചിക്കനൊക്കെ നല്ല വെന്ത് പാകമായി, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഒരുവിധം നല്ല ചാറും ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്തില്ല. ഇപ്പോൾ വെന്തെല്ലാം റെഡിയായിരിക്കുന്ന ഈ സമയത്ത് ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ അതുപോലെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയുടെ ഒരു 1/2 ടീസ്പൂണും കൂടി ഇതിൻ്റെ മുകളിൽ വിതറിക്കൊടുത്തു. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിൽ നമുക്കൊന്ന് കീറി ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 5 മിനിറ്റും കൂടി ഇതൊന്ന് അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി കറി റെഡിയാവും. പൊറോട്ടയോ ചോറോ ചപ്പാത്തിയോ എന്തിൻ്റെ കൂടെ ആണെങ്കിലും നല്ല കിഡിലൻ നാടൻ ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതെൻ്റെ ഒരു ഫാമിലി ഫേവറേറ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമാകുകയാണെങ്കിൽ കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു നല്ല റെസിപ്പിയുമായി ഇനിയും വരും വരെ എല്ലാവർക്കും ബൈ.